സുധാകരൻ്റെ നടപടി എടുപ്പിച്ചുകൊണ്ട് എടുക്കുന്ന നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിലേക്ക് ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം കളവ് പറഞ്ഞെന്ന് എനിക്ക് പറയാൻ പ്രയാസമുണ്ട്. ഞാൻ AICC സെക്രട്ടറി ആകാനോ KP സെക്രട്ടറി ആകാനോ ഉന്നത സ്ഥാനങ്ങളുണ്ടാകാനോ നിയമസഭയിൽ മത്സരിക്കാനോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് എന്തിനാ അവരെ പെട്ടി പിടിക്കേണ്ടത്? ഒരു പെട്ടിയും പിടിക്കണ്ട. ഞാൻ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തി രാജ്യത്തെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഈ നഗരത്തിൽ ഞാനുണ്ടാവും. മരിക്കുന്നവർക്ക് നഗരത്തിൽ ഞാൻ ജീവിക്കും. കാരണം ഇത് പ്രവീൺ കുമാറിൻ്റെ ഫലമായി, ജയന്തിൻ്റെ പ്രേരണ ഫലമായി, അതിന് വഴിയായി K സുധാകരൻ്റെ നടപടി എടുപ്പിച്ചുകൊണ്ട് എടുക്കുന്ന നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിലേക്ക് ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം കളവ് പറഞ്ഞെന്ന് എനിക്ക് പറയാൻ പ്രയാസമുണ്ട്. കാരണം ഞാൻ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. MK രാഘവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വസ്തമായ നിന്നുകൊണ്ട് ഒരു ചില്ലിക്കാസിൻ്റെ അഴിമതിയോ സ്വജനപക്ഷപാതമോ നടത്താതെ അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം 15 കൊല്ലക്കാലം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹം കളവ് പറഞ്ഞെന്ന് പറയാൻ എനിക്ക് എൻ്റെ നാവ് പൊന്തുന്നില്ല. പറഞ്ഞത് കളവായിരിക്കാം, പക്ഷെ ഞാൻ പ്രവർത്തിക്കും, എൻ്റെ പുരേൻ്റെ അകത്തുനിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ലല്ലോ. ഞാൻ ഉണ്ടായില്ല. ഇനി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം തന്നിട്ടില്ല. പ്രവർത്തിക്കാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ തടങ്ങില്ലല്ലേ. LDF സ്ഥാനാർത്ഥിനെ നേരിട്ട് പരിചയം ഉണ്ടെങ്കിലല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ. ഇതിന് LDF സ്ഥാനാർത്ഥിനെ നേരിട്ട് പരിചയം വേണ്ടേ? പ്രതികുമാറാണെങ്കിൽ പരിചയം ഉണ്ടെന്ന് അറിയാം. ഇപ്പം സ്ഥാനാർത്ഥിനെ ഇങ്ങനെ ദൂരത്തുനിന്ന് കണ്ടെന്നുള്ള അമ്പിളിയമ്മാനും ഞാനും തമ്മിൽ വ്യത്യാസം. അത്രേ പരിചയമുള്ളൂ. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല.